ഇക്ക എന്താണ് സുഖപ്രസവത്തിനെ കുറിച്ച് അഭിപ്രായം? എന്തൊക്കെ ഒള്ളിച്ച് വയ്ക്കുന്നാലുണ്ടല്ലോ. നിങ്ങള് എന്റെ ഡെലിവറി കണ്ടതാണല്ലോ. അപ്പം സുഖപ്രസവം എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല അങ്ങനല്ലേ. സുഖപ്രസവം. അത് നമ്മുടെ അഖിൽമാരാറെ സംബന്ധിച്ചൊക്കെ ഭയങ്കര അതെ, ഈസി ആയിട്ടുള്ള കാര്യമാണ്. ഡെലിവറി ആയിരുന്നു. അഖിൽമാരാറ് ഇപ്പൊ പോവാ പ്രസവിക്കുക വരെ അങ്ങനത്തെ അഖിൽമാരാറിലൊക്കെ എക്സ്പീരിയൻസ് ഒക്കെ അങ്ങനെയായിരുന്നു ഇപ്പൊ കേൾക്കുന്നത്. ചങ്ങായിക്കെല്ലാം കുറച്ച് വായിൽ കുറച്ച് ഒരു നാക്കുണ്ട്. ആ നാക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നടക്കാന്നുള്ളൊരു തോന്നലാണ് പുള്ളിക്കെല്ലാം ഉള്ളത്. എൻ്റെ ഒരു കാഴ്ച. ഞാനൊന്നും പിന്നെ അദ്ദേഹത്തിനെ ഫോളോ ചെയ്യലോ വല്ല ഇതാക്കലോ അദ്ദേഹത്തിന് പ്രസംഗമോ അല്ലെങ്കിൽ ഇതൊന്നും കേൾക്കാറോ പോലുമില്ല. ഞാൻ കേൾക്കാറുണ്ടായിരുന്നു. ബിഗ് ബോസ് കഴിഞ്ഞ ഉടനെയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു. പക്ഷെ അപ്പൊ എന്തായാലും അദ്ദേഹം പറഞ്ഞതിനോട് രൂക്ഷമായ ഭാഷയിൽ ഞങ്ങൾ അതിനെ പിന്തള്ളുകയാണ്. എന്താ വെച്ചാൽ അത് വെറും മോശം ഒരു വർത്താനാണ് പറഞ്ഞത്. കാരണം മൊത്തത്തിലുള്ള സ്ത്രീകളെ അല്ലെങ്കിൽ അമ്മമാരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംസാരമാണ് സംസാരിച്ചത്. അങ്ങനെ ഒരിക്കലും ഒറ്റയടിക്ക് പറയാൻ പാടില്ല. പിന്നെ പ്രസവിച്ചിട്ട് വന്നിട്ട് എത്ര 2 കിലോ പൊടിച്ചു കുത്തി പൊടിച്ചു കേൾക്കാറുണ്ട് എന്നാ പുള്ളി പറഞ്ഞത്. പുള്ളിനോട് ആരാണ് ഈ തരത്തിലുള്ള കഥകൾ പറഞ്ഞെന്നുള്ള കാര്യം അറിയത്തില്ല. അല്ലാതെ പുള്ളിയുടെ അടുത്തുനിന്നല്ല, നമ്മളും പല സ്ഥലങ്ങളിൽ നിന്ന് കേട്ടിട്ടില്ല. ഇതിന്റെ ഒരു പ്രശ്നം എന്നാന്ന് വെച്ചാല് ഇത് പൊതുവെ ഈ പെൺകുട്ടികൾ അല്ലെങ്കിൽ ഈ അമ്മമാരായ സ്ത്രീകളിൽ പലരും നേരിടുന്ന പ്രശ്നമാണ്. ഞാനും പ്രസവിച്ചിട്ടുണ്ട്, ഞങ്ങളും പ്രസവിച്ചിട്ടുണ്ട്. ഇതുപോലെ ഒന്നുമല്ല. പക്ഷെ ഓരോരുത്തർക്ക് ഡിഫറെന്റ് ഹോർമോൺസ് ആണ്, ഡിഫറെന്റ് മൂഡ് സീൻസ് ആണ്, പ്രശ്നങ്ങളൊക്കെയാണ്. അങ്ങനെ ഇവര് ഇതിൽ നിന്നൊക്കെ ഒന്ന് കരകയറി ഒന്ന് ജീവിതത്തിലേക്ക് ഒന്ന് ഇങ്ങനെ കടന്നു വരുമ്പോഴായിരിക്കും ഇത്തരത്തിൽ ഓരോരുത്തരെല്ലാം ഇത് കേട്ട് ആകെ മാനസികമായിട്ട് രണ്ടാമതും ഡൗൺ ആയി പോകുന്നത്. എന്താ വെച്ചാൽ അത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സുഖപ്രസവം എന്ന് പറഞ്ഞ ഒരു സാധനം ഈ ലോകത്തില്ല. അത് അങ്ങനെ ആരാ വാക്ക് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത് ഇപ്പോഴും അറിയില്ല. അവനെ കുട്ടി ഓടിച്ചിട്ടിരിക്കണം ഒരു സാധനമേ ഇല്ല. പിന്നെ ഇവരനുഭവിക്കുന്ന കാരണം പണ്ട് കാലത്തെയും ഇന്നത്തെയും കമ്പാരിസൺ നടക്കുന്ന ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ പണ്ട് കാലത്ത് ഒരു 15-16 ആ ഒരു ഏജിലുള്ളവരൊക്കെ കല്യാണം കഴിക്കുമായിരുന്നു. അതിന് മുമ്പ് തന്നെ അത്യാവശ്യം വീടുകളിൽ പണിയും കാര്യങ്ങളും നമുക്ക് മെഷീൻസ് ഒന്നുമില്ല. നമുക്ക് വെള്ളത്തിന് കോരിയിട്ട് വേണം ഇതാക്കാം. അല്ലെങ്കിൽ കുറെ ദൂരത്ത് നിന്ന് ചുമന്നുകൊണ്ട് വരുന്ന വിറക് ഗ്യാസിന്റെ പ്രശ്നങ്ങൾ പണ്ട് അങ്ങനെ ഗ്യാസ് ഉണ്ടായിരുന്നില്ല. വിറക് അരക്കണം. പിന്നെ അതുപോലെ ഒരുപാട് നമ്മുടെ പരിസരം വൃത്തിയാക്കി ഇടണം. കാടും കാര്യങ്ങളൊക്കെ ഇന്നതുപോലെ ഇന്റർലോക്കിന്റെ സജീവമായിട്ടുള്ള ഇതില്ല. പിന്നെ നമ്മൾ പോകുന്നതും വരുന്നതും വാഹനത്തിലെല്ലാം നടന്നിട്ടാണ് നമ്മൾ കൂടുതലും യാത്രകൾ. ഒരു മെയിൻ ടൗൺ വരെയൊക്കെ നമ്മൾ നടക്കുക, അതിൽ നിന്ന് ബസ് കയറുക, അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് ആണ് നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പം നമ്മുടെ ശരീരം ദിവസവും ഫ്ലെക്സിബിൾ ആണ്. ഒരു വ്യായാമം നമ്മുടെ ശരീരത്തിന് ഓട്ടോമാറ്റിക്കലി നമ്മൾ അറിയാതെ തന്നെ കിട്ടുന്നുണ്ട്. അതിന്റെ ഒരു ഈസിനെസ് എന്താ ഒരു എളുപ്പം നമുക്ക് ഡെലിവറിയുടെ സമയത്ത് കുറച്ചും കൂടെ ആയാസം കുറച്ച് കുറഞ്ഞു കിട്ടും. ഒരു എന്താ പറയുക, ഇന്നത്തെ കാലം പോലെ അല്ല. ഇന്ന് നമ്മൾ പ്രഗ്നന്റ് ആയി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഭക്ഷണ രീതികളിൽ വരുന്ന പ്രശ്നങ്ങളൊക്കെയാണ് നമുക്ക് ഇപ്പോൾ ഉള്ള. എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. കാരണം നമ്മളെ മൊത്തത്തിൽ നമ്മളെല്ലാം പൊടികളാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ നമ്മൾ അധ്വാനങ്ങൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ ഉണ്ട്. പക്ഷെ അന്ന് കുറച്ചും കൂടെ അതിനേക്കാൾ കുറച്ചും കൂടെ ഫ്രീ ആയിട്ടുണ്ടാവും. ഇത്രയും ഒരു ഇതുണ്ടായില്ല. പക്ഷെ അല്ല ഡോക്ടർമാരെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അല്ലെങ്കിൽ സ്ത്രീകളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ഏത് കാലഘട്ടത്തിലാണെങ്കിലും പ്രസവിച്ച സ്ത്രീകളെ സംബന്ധിച്ച് അവരത് ആ എക്സ്പീരിയൻസ് ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. അതിനെ നമ്മൾ ഒരിക്കലും നോർമലൈസ് ചെയ്യാൻ പാടില്ല. സ്ത്രീകൾ അവർ പല രീതിയിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരാണ്. മാസം എന്താ പറയുക, ഈ പീരീഡ്സിൻ്റെ സമയത്തൊക്കെ വയറുവേദനയായിട്ടും അതുപോലെ കിടന്ന് ഉരുളുന്ന എത്രയോ ആൾക്കാർ നമുക്ക് മുമ്പിലുണ്ട്. ഭയങ്കരമായിട്ട് അവര് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർ ഇന്നും. പിന്നെ ഈ പീരീഡ്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ പറയുന്ന മൂഡ് സ്വിങ്സ്, ഡിപ്രഷൻ അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊന്നും നമ്മൾ പണ്ട് കേട്ടിട്ടില്ല. പിന്നെ ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് മാത്രമേ ഇതൊക്കെ ഉള്ളൂ എന്ന് പറയുന്നത് കേൾക്കാം. ഒരുപക്ഷെ അന്നും ഉണ്ടായിരുന്നിരിക്കാം. അതൊന്നും ആരും ഐഡന്റിഫൈ ചെയ്തിട്ടോ അങ്ങനെയൊന്നും ഇല്ല. അതൊന്നും മനസ്സിലാക്കി ഇത് എന്താന്ന് പോലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും നമുക്ക് അതിനോട് നിൽക്കാൻ പറ്റുന്ന സാഹചര്യം. വീട്ടിൽ പശു ഉണ്ടാവും, വീട്ടില് ബാക്കിയുള്ള കാര്യങ്ങളുണ്ടാവും, കൂട്ടുകുടുംബമായിരിക്കും. നമുക്കൊന്ന് ഫ്രീ ആയിട്ട്. പിന്നെ കൂട്ടുകുടുംബം ആകുന്നതിന്റെ ഒരു ഗുണമുണ്ട് കേട്ടോ. നമ്മളെല്ലാം ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇപ്പൊ അതിന്റെ ഒരു
ഇതുണ്ട്, നമ്മൾ അണുകുടുംബം ആകുമ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിനൊന്നും ഒരു സമയം, ഈ മൂഡ് സീൻസ് അനുഭവിക്കാൻ നമുക്കൊരു സമയം വേണ്ടേ? ഇല്ല അങ്ങനെയല്ല, മൂഡ് സ്വിങ്സ് സമയം അങ്ങനെയല്ല ഉദ്ദേശിക്കണം. പക്ഷെ അന്നത്തെ ആളുകൾക്ക് ഇത് ഞാൻ വിശ്വസിക്കുന്ന അങ്ങനെയാണ്, അന്നത്തെ പെണ്ണുങ്ങൾക്ക് ഇതൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും മനസ്സിലാക്കിയിട്ടോ ഐഡന്റിഫൈ ചെയ്തിട്ടോ ഇല്ല. ഇപ്പൊ ഓരോരുത്തർ, അതായത് ഇപ്പോൾ ഡോക്ടേഴ്സ് ആണെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നുണ്ട്. ഈ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു സാധനത്തിന് അന്നത്തെക്കാട്ടിലും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇതിലേക്ക് എത്തുന്നത്. അല്ലാതെ അന്നത്തെ കാലത്തില്ല ഇന്നത്തെ കാലത്തുണ്ട് അങ്ങനെ ഒരു ഇതൊന്നും ഇല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഡെലിവറി എന്ന് പറയുന്നത് അന്നും വേദനയുള്ളൊരു കാര്യമാണ്, ഇന്നും വേദനയുള്ളൊരു കാര്യമാണ്. പിന്നെ ഇക്ക പറഞ്ഞ പോലെ അന്നത്തെ ഒരു ജീവിത രീതി കൊണ്ട് ചിലപ്പോൾ കുറച്ചൊരു ഈസിനെസ് ഉണ്ടായേക്കാം, അത്രേ ഉള്ളൂ. അല്ലാതെ എന്താണ് നമ്മൾ പണ്ടേ മുതൽ കേൾക്കുന്നതാണ് ഈ നെല്ലുകുത്താൻ പ്രസവിച്ചു ഇപ്പൊ വരും എന്താ എങ്ങോട്ടാ അന്ന് പ്രസവിക്കാനാ എന്ന് പറഞ്ഞ് പോയി അകത്ത് പോയി പ്രസവിച്ചിട്ടാണ് ബാക്കി നെല്ല് കുത്തും. അങ്ങനെയൊക്കെ പണ്ട് മുതൽ നമ്മൾ കേൾക്കണ കാര്യമാണ്. അതൊക്കെ സംഭവിച്ചതാണ്. പിന്നെ നമ്മളൊരു കാര്യം കഴിഞ്ഞു, അതെല്ലാ മനുഷ്യന്മാരുടെ ഒരു സ്വഭാവമാണ്. നമ്മളൊരു കാര്യം ഇപ്പോൾ എന്ത് കാര്യമാണ്, നമ്മളൊരു കാര്യം കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മളത് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊരു വേറൊരാൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഇത് ഞാൻ എത്രയോ വർഷം മുമ്പ് എക്സ്പീരിയൻസ് ചെയ്ത ഇത് ഇത്രയേ ഉള്ളൂ എന്നൊരു തോന്നുന്നു. പക്ഷെ ആദ്യമായി എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്ക് അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതെങ്ങനെയാണ്, അങ്ങനെ തന്നെ എല്ലാ മനുഷ്യന്മാരുടെ കാര്യങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ അതിരുന്നൊരു ഒരു സ്ത്രീയാണ് പറഞ്ഞതെങ്കിൽ പിന്നെയും കേൾക്കാനൊരു രസം ഉണ്ടായിരുന്നു. ഇത് ഈ പ്രസവം എന്താണെന്നോ ഡെലിവറി എന്താണെന്നോ കാര്യങ്ങൾ എന്താണെന്നോ അറിയാത്ത ഒരു ചങ്ങായി വന്നിരുന്നിട്ട് ചുമ്മാ ഇത്രയും അമ്മമാരെ ഒരു മോശമാക്കുന്നത്. കാരണം ആ പ്രസവം കഴിഞ്ഞതിന് ശേഷം ഇന്നും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എത്ര സ്ത്രീകളുണ്ട്, എത്രയോ ഡെലിവറി കഴിഞ്ഞതിന്റെ പേരിൽ തന്നെ. അത് തന്നെ അങ്ങനെ പറയാം, ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടീനെ സംബന്ധിച്ച് അവൾ വേറെ തന്നെ ഒരു ലോകത്തേക്ക് മാറുകയാണെന്നാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത്. കാരണം അവർക്ക് വല്ലാത്ത ശരീരം മാറും, അതുപോലെ തന്നെ നമ്മുടെ മെന്റലി അങ്ങനെ കുറേ മാറ്റങ്ങൾ, ഹോർമോണിന്റെ കളികളാണല്ലോ ഇത്. അപ്പോൾ ഒത്തിരി മാറ്റങ്ങൾ നമുക്ക് സംഭവിക്കും. ഇതൊക്കെ സ്ട്രഗിൾ ചെയ്ത് ഇതൊക്കെ ഓവർകം ചെയ്ത് വരണല്ലോ. അപ്പൊ അല്ലാതെ ഹോസ്പിറ്റലുകാരൻ ഡോക്ടേഴ്സിനെ അവരാണ് കോംപ്ലിക്കേറ്റഡ് ആക്കിയത്, അതൊന്നുമില്ല. ഒന്നുമില്ല. ഇപ്പൊ നമ്മൾ കുറച്ചും കൂടെ കൂടുതലായിട്ട് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഒരു നമുക്ക് മൂന്നാമതൊരാൾ അല്ലെങ്കിൽ നാലാമതൊരാൾ നമ്മുടെ കുടുംബത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അതിൻ്റെതായ ഒരു പരിഗണന കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പൊ നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ അതിൻ്റെതായ ഒരു മാറ്റമുണ്ട്. അതായത് നമ്മൾ കുറച്ചും കൂടെ കെയർ കൂടുതലാണ്, കുറച്ചൊക്കെ കെയർ ചെയ്യുന്നുണ്ട്. കാരണം കെയർ ചെയ്തേ പറ്റുള്ളൂ. കാരണം ഇപ്പൊ തന്നെ പണ്ട് ഇന്നത്തെ അത്ര അബോർഷനും പണ്ട് ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കണം. ഇപ്പം 2 മാസം 4 മാസമൊക്കെ അബോർട്ടായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും കേസസ് അന്ന് പിന്നെ രജിസ്റ്റർ ചെയ്യാത്തതുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അന്നിരുന്നാൽ ഇത്രയും കേസസ് ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. ഇപ്പൊ നമ്മൾ അത് കെയർ ചെയ്ത് നല്ലതായിട്ട് കൊണ്ടു നടന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അത് നമുക്കൊരു കുട്ടിയായിട്ട് നമ്മുടെ കയ്യിലേക്ക് കിട്ടുക. അതുവരെ നമ്മൾ നല്ലോണം ഇന്ന് എനിക്ക് തോന്നുന്നു പണ്ടത്തെക്കാളും കൂടുതൽ ഇന്ന് അതിനുവേണ്ടി നല്ലോണം കെയറിങ് ആവശ്യമുള്ള ഒരു കാലഘട്ടത്തിലാണ്. കാരണം നമ്മുടെ ജീവിത രീതി മൊത്തം മാറി, ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ഫുഡ്, ഇതൊക്കെ എല്ലാം റേഡിയേഷനും കൊന്തവും കുറച്ചൊക്കെ മൊബൈലിന്റെ ഉപയോഗവും മൊത്തത്തിൽ എല്ലാം കൊണ്ടും നമ്മൾ അങ്ങനെ ആയിരിക്കുന്ന ഒരു സമയമാണുള്ളത്. സമയത്തോടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. അപ്പൊ ഇങ്ങനെ ഈ ചങ്ങായിക്കെല്ലാം ബൈക്കോ ഒരു ക്യാമറയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് വിളിച്ച് പറയാ. ഇപ്പൊ ഈ ലൈം ലൈറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള അഭ്യാസമാണ് പുള്ളിയുടെ. ഇങ്ങനെ നമ്മളിപ്പോ നമ്മൾ ഇതുവരെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ടില്ല, വീഡിയോയിൽ പറയാറ് കുറവാണ്. പക്ഷെ ഇതൊക്കെ പറയേണ്ടി വരുന്ന എന്താ പറയുക, ഇങ്ങനത്തെ വിവരക്കേടൊന്നും കാണാതിരിക്കുക. ഇത് കണ്ടുകഴിയുമ്പോ വേറെ 1-2 ആൾക്കാർ പറയൂടാ, അഭിപ്രായമായിട്ട് പറയാം, ആ ശരിയാ ഇത് അതേന്നെ, അത് പിന്നെ അവൻ പറഞ്ഞ 100% ശരിയല്ലേ എന്നൊക്കെ പറയുന്ന കുറച്ച് ആൾക്കാർ നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടാവും, നമ്മളെ ചുറ്റിപ്പറ്റി തന്നെ ഉണ്ടാവും. അവർക്ക് ഇത് ആരെങ്കിലും ഇത് പറഞ്ഞ് വീഴാൻ വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാർ, എങ്ങനെയെങ്കിലും നെഞ്ചത്തേക്ക് കയറാൻ നിൽക്കുന്ന ആൾക്കാരിൽ എന്തെങ്കിലും പറഞ്ഞിട്ട്. അപ്പൊ അവർക്കെല്ലാം നമ്മൾ ഒരു വടി കൊടുക്കുന്ന പോലെയാണ് ഇദ്ദേഹമൊക്കെ ഈ മനുഷ്യനൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കുന്ന പറഞ്ഞാൽ. എന്തിനാണ് ഇതിന്റെ ആവശ്യം? ഡോക്ടേഴ്സ് ആണോ ഇതെല്ലാം ചെയ്യുന്നത്? ഡോക്ടേഴ്സ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് പേര് പ്രതികരിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഈവൻ ഡോക്ടേഴ്സ് ആണെങ്കിൽ പോലും വന്ന് ഇങ്ങനെ സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. നോർമലൈസ് ചെയ്ത് സംസാരിച്ചാലും ഡെലിവറി നോർമലൈസ് ചെയ്ത് സംസാരിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് അല്ല. അതിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഓരോ പെൺകുട്ടികളും ഓരോ ഗർഭിണി ആയിരിക്കുന്ന ഓരോ സ്ത്രീകളും ആ പ്രസവത്തിന്റെ സമയത്ത് അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെതായ വേദനകളും ബുദ്ധിമുട്ടുകളും അതിൻ്റെതായ മൂഡ് സ്വിങ്സും പ്രശ്നങ്ങളൊക്കെ അവർ അനുഭവിക്കുന്നുണ്ട്. അത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് അല്ലാതെ നമ്മുടെ മെഡിക്കൽ ഫീൽഡിലുള്ള വീഴ്ചയോ അല്ലെ ഡോക്ടേഴ്സുമാരുടെ വീഴ്ചയോ ഒന്നുമല്ല. അത് ദൈവം അങ്ങനെ തന്നെയാണ്. അതാണ് അമ്മ എന്ന നമ്മുടെ വിശ്വാസത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തോട്
പിന്നെ ചോദിക്കുമ്പോൾ അദ്ദേഹം 3 തവണ ഉമ്മയുടെ പേരാ പറയുന്നത്, 4ാമതാണ് ഉപ്പയുടെ പേര് പറയുന്നത്. നീ ആരെയാണ് ഏറ്റവും സ്നേഹം. പരിഗണിക്കേണ്ടതെന്ന് ചോദിക്കുന്ന സമയത്ത്. കാരണം അത്രയും സ്ഥാനം കൊടുക്കുന്നത് നമ്മുടെ ഉമ്മയായതുകൊണ്ട് അല്ലെങ്കിൽ അമ്മയായതുകൊണ്ടാണ്. കാരണം അവർ അത്രയും പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നു വന്ന് നമ്മളെ ഡെലിവറി ചെയ്ത് നമ്മളെ ഈ ലെവലിലേക്ക് കൊണ്ടുവരുന്നതിൽ ഏറ്റവും പ്രധാന പങ്കുവഹിക്കുന്ന അത് അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു പ്രോസസ്സിങ് ആണിത്. അതിന് നമ്മൾ ഒരിക്കലും ലഘൂകരിച്ച് സംസാരിച്ച് അവർ തന്നെ പൊറുക്കൂല നമ്മളോട്. നമ്മുടെ അഖിൽമാരാൻ്റെ അമ്മ തന്നെ അഖിൽമാരോട് പൊറുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആ വർത്താനത്തിൽ. കാരണം അതങ്ങനെ നോർമലൈസ് ചെയ്ത് സംസാരിക്കേണ്ട വിഷയമല്ല അത്. ഇങ്ങനെയൊക്കെ ഇത്തരത്തിലുള്ള പരാമർശങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കണം. ഇങ്ങനെ വെറുതെ വായിൽ തോന്നി കോതയ്ക്ക് പാട്ടെന്നുള്ള രീതിയിൽ ഇതാക്കാൻ പാടില്ല. നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ വീട്ടിലിരിക്കുന്നവരോട്, നമ്മുടെ അമ്മ അല്ലെങ്കിൽ പെങ്ങൾ അല്ലെങ്കിൽ വൈഫ്, ഇവരോടെങ്കിലും ഡെലിവറി എന്താണ്, ഈ പ്രസവത്തിനെ കുറിച്ച് അവരുടെ അനുഭവങ്ങൾ എക്സ്പീരിയൻസുകളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഇത് സമൂഹത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ സമൂഹത്തിൽ ഇട്ട് കൊടുക്കുമ്പോൾ ഇന്നും പല പ്രശ്നങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞില്ല, സ്ത്രീകൾ വീടിൻ്റെ അകത്തളത്തുനിന്നും അല്ലാതെയും കേൾക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൽ ഏറ്റവും മെയിൻ സാധനമാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങളും പ്രസവിച്ചിട്ടുണ്ട്. അത് കേൾക്കാത്ത ആരും ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നു ഒരു 99% പെണ്ണുങ്ങളും പ്രഗ്നൻസിയിലും അല്ലെങ്കിൽ ആഫ്റ്റർ ഡെലിവറി കഴിഞ്ഞ് കിടക്കുമ്പോഴും എല്ലാം കേൾക്കുന്ന ഒരു കാര്യമാണ്, ഞങ്ങളും പ്രഗ്നന്റ് ആയിട്ടുണ്ട്, ഞങ്ങളും പ്രസവിച്ചിട്ടുണ്ട്, നീ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നു ഒരു 99% പെണ്ണുങ്ങളും കേട്ടിട്ടുണ്ടാകും. അപ്പൊ ഇങ്ങനെയൊക്കെ ഇതും കൂടി ഇവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊക്കെ ഓരോ ഇങ്ങനെയുള്ളൊരു വർത്താനമൊക്കെ വരുമ്പോഴത്തേക്ക് അതൊക്കെ കൂടെ ഉള്ളൂ, അല്ലാതെ അതിൽ നിന്നും വലിയ മാറ്റമൊന്നും വരില്ല. ഞാൻ പറഞ്ഞില്ല, എന്റെ ഡെലിവറി സമയത്ത് സൂട്ടും ഡെലിവറി ആയതുകൊണ്ട് ഞാൻ നേരിട്ട് കണ്ട അനുഭവമാണ്. അന്ന് തൊട്ട് ഇന്ന് വരെ അതിനുമുമ്പ് സ്ത്രീകളോടുള്ള പെരുമാറ്റത്തിൽ ഒരു മര്യാദകളും കാണിക്കാറില്ല പൊതുവെ. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ കൂടുതൽ പരിഗണന അഷ്നാന്റെ ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ട് അറിയാം. അതിന് കുറച്ചും കൂടെ കൂടുതൽ പരിഗണന കൊടുത്തിട്ടേ ഉള്ളൂ ഞാൻ. അത് എല്ലാവർക്കും, അഷ്നാക്ക് മാത്രമല്ല മൊത്തത്തിൽ എല്ലാവർക്കും ഒരു ഡെലിവറി കഴിഞ്ഞു അല്ലെങ്കിൽ ഡെലിവറി ആണെന്ന് പറയുമ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അവരോട് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. ആഫ്റ്റർ ഡെലിവറിക്ക് പ്രസവത്തിന് ശേഷവും നല്ല രീതിയിൽ ഞാൻ അവരോട് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്, എല്ലാം ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്, പരമാവധി സപ്പോർട്ട് കൊടുക്കാറുണ്ട്, ആശ്വസിപ്പിക്കാറുണ്ട്, എല്ലാം പറഞ്ഞിട്ട്. അതെന്താ വെച്ചാൽ നമ്മളത് നേരിട്ട് കണ്ട അത് വല്ലാത്തൊരു പ്രോസസ്സിങ് ആണ്. അത് എന്താ പറയുക, അതിന് ഞാൻ എൻ്റെ വീഡിയോയിൽ തന്നെ പറഞ്ഞ ഞെട്ടിപ്പോയൊരു സംഭവമാണത്. അത് ഓരോ ഭർത്താവും കണ്ടിരിക്കണം ഞാൻ അന്ന് പറഞ്ഞതാണ്. പറ്റുന്നവർ അത് കണ്ടിരിക്കണം, അറിഞ്ഞിരിക്കണം. അപ്പോഴാണ് നമ്മുടെ ഭാര്യൻ്റെ അനുഭവം മാത്രമല്ല, നമുക്ക് ജന്മം നൽകിയ ആളില്ലേ, നമ്മളെ പ്രസവിച്ച അമ്മയില്ലേ, ആ അമ്മയുടെ ഒരു അനുഭവം കൂടെ നമുക്ക് കൺമുമ്പിൽ കാണാം. അന്ന് അവിടെ നമ്മൾ ഭാര്യയല്ല നമ്മുടെ മുമ്പിലുള്ളത്, നമുക്കൊരു അമ്മ സങ്കല്പം, അമ്മ എന്താണെന്നുള്ളൊരു ഇത് മൊത്തമാണ് നമുക്ക് നേരിട്ട് അനുഭവിക്കാനും കാണാനും പറ്റുന്നത്. അപ്പോൾ സ്യൂട്ട് റൂം ഡെലിവറി എക്സ്പീരിയൻസ് ചെയ്ത ആണുങ്ങളൊന്നും സുഖപ്രസവം എന്നൊരു വാക്ക് ചുമ്മാ പറയില്ല, ഒരിക്കലും ഞാൻ പറയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം വണ്ടിയിൽ ഡ്യൂട്ടി എടുക്കുമ്പോൾ പറഞ്ഞു ഡെലിവറി എന്തായിരുന്നടാന്ന് ചോദിച്ചപ്പോൾ ആ സുഖപ്രസവം. ഞാൻ ആർക്ക് ചോദിച്ചു, ഞാൻ ആർക്ക് ചോദിച്ചു, ഭാര്യനോട് വെച്ചിട്ട് തന്നെയാണ് നീ വർത്താനം പറഞ്ഞത്. അല്ലടാ പറയുമ്പോൾ നോർമലി അങ്ങനെയല്ല പറയുന്നത്. ഞാൻ ആയിക്കോട്ടെ, വൈഫിനോട് പറയരുതിട്ട് തന്നെ. അതിപ്പോൾ സോഷ്യൽ മീഡിയയിലൊരു സാധനം കറങ്ങി കിടക്കുന്ന സാധനമാണ് ഇത്. സുഖപ്രസവം ആർക്ക് സുഖം വഹിക്കുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ സിസ്റ്റേഴ്സിനോട്, നമ്മുടെ സിസ്റ്റേഴ്സിനോടെല്ലാം കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഇങ്ങനത്തെ എല്ലാം പരാമർശങ്ങൾ സമൂഹത്തിലേക്ക് ഇറക്കി വിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇത്രയല്ലേ ഉള്ളൂ. ഇത്തരത്തിലുള്ള ഒരു കാര്യം ഇതെല്ലാം കേട്ടാൽ പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. ഇതെല്ലാം കുറച്ച് തന്നെ അവസ്ഥയാണ്. എന്തും ഇരുന്ന് പറയാന്നുള്ളൊരു തോന്നിവാസമാണെന്നല്ല, അതൊന്നും വേണ്ട. അതൊന്നും കേട്ടാൽ പ്രതികരിക്കും, പറഞ്ഞോ നിങ്ങളുടെ ഇഷ്ടത്തിന്. പക്ഷെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞാൽ ഇപ്പം എല്ലാവരും എടുത്തിട്ട് പെരുമാറും. അതല്ല, അത് പെരുമാറേണ്ട വിഷയം തന്നെയാണ്. വെറുതെ വായിൽ തോന്നിയത് അങ്ങനെ വിളിച്ചു പറയരുത്. അതൊന്നൊരു രസമില്ലാത്ത പരിപാടി. ആ കാര്യങ്ങൾ അറിഞ്ഞ് സംസാരിക്കുക, അല്ലാതെ ചുമ്മാ ഇരുന്നിട്ട് എല്ലാ സ്ത്രീകളെയും കാര്യങ്ങളൊക്കെ നമ്മൾ പബ്ലിക്കിൽ വന്ന് പറയുമ്പോൾ അത്രയും വേദനയും സഹിച്ച് അത്രയും അനുഭവിച്ച് പ്രശ്നങ്ങളും അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇതിൻ്റെ ഉൾപ്പെടുത്തി പറഞ്ഞ ഒരുപാട് കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്തിട്ട് ഒരു ഡെലിവറി എല്ലാം കഴിഞ്ഞിട്ട് നെല്ല് കുത്തി വരും പ്രസവിച്ചിപ്പോൾ 2 കിലോ നെല്ല് ഇടിച്ചു വെച്ചിട്ട് പോയതാന്ന് പറയുന്നൊക്കെ കേൾക്കുമ്പോഴേ അന്നൊരു സുഖമുള്ള അനുഭവമല്ല കേട്ടോ. ഇതൊന്നും പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒന്നും വർത്താനം കേൾക്കാതിരിക്കുക. കേൾക്കുന്നവർ ഇതൊന്നും കണ്ടിട്ട് ആരും നെഞ്ചത്തേക്ക് കയറാതെ ഇരിക്കുക. ആരും നെഞ്ചത്ത് വീട്ടിലുള്ള പെൺകുട്ടികൾ അല്ലെങ്കിൽ പെണ്ണുങ്ങൾ ഇതേപോലെ ചിന്തിക്കുന്ന ആൾക്കാർ വേറെ ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് ഒന്നും കൂടി ധൈര്യമായിരിക്കും. വെറുതെ പാവങ്ങള് എന്തൊക്കെയാണ് ഒരു സ്ത്രീ ഒരു ഡെലിവറിയുടെ സമയത്ത് ഡെലിവറി കഴിഞ്ഞിട്ട് സമാധാനം ഉണ്ടോ? അതിന്റെ എന്തൊക്കെ എത്ര കൊല്ലം അതിന്റെ ഇപ്പൊ നമ്മുടെ തന്നെ അവസ്ഥ. നമ്മള് കുട്ടികളെ അങ്ങനെ കുറ്റപ്പെടുത്തി ഇതാക്കിയ സംസാരിക്കുന്നതല്ല. പൊതുവെ എത്ര ആൾക്കാർ ഉറക്കവും ഇല്ലാതില്ല ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അതായത് രാത്രിയിൽ എടുത്തുകൊണ്ട് നടന്ന് 2, 3, 4 മണിക്കൂർ
എന്താ പറയാ, ആ ഫീഡിങ് ചെയ്യുന്ന കുട്ടിയാണ്, ആ ചിലപ്പോ രാത്രി മൊത്തം ഫീഡ് ചെയ്യുന്ന കുട്ടികളുണ്ട്. പാലില്ലാത്തവരുണ്ടാവുമല്ലോ, ഇല്ലാത്തവർ അവരൊക്കെ അവരൊക്കെ കേൾക്കുന്ന ഓരോ കുത്തുവാക്കുകളുണ്ട്. നമുക്കൊന്നും അതൊന്നും എന്താ പറയണ, സങ്കല്പിച്ചു നോക്കാൻ പോലും പറ്റൂല. അപ്പൊ ആ ഓരോ അതായത് അവർക്ക് ഓൾറെഡി വിഷമമുണ്ട്, സ്വന്തം കൊച്ചിന് പാല് കൊടുക്കാൻ പിന്നെ പറ്റുന്നില്ല. തീർച്ചയായിട്ടും അത്രയും ദിവസങ്ങൾ പ്രായമുള്ള കൊച്ചായിരിക്കുമല്ലോ, അതിന് ഈ ഫോർമുല അതും ഇതും കലക്കി കൊടുക്കേണ്ട ഒരു അവസ്ഥ. അതിന്റെ കൂടെ ബാക്കിയുള്ളവർ വന്നിരുന്നിട്ട് പാലില്ലല്ലേ അങ്ങനെയൊക്കെ ചോദിക്കും. അഭിപ്രായം എന്തൊക്കെയാ അതൊന്നും മറ്റേ വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. ഈ അവരെ ഇതുപോലെ ഇട്ടിട്ട് പിന്നെയും ഇട്ട് വേദനിപ്പിച്ചോണ്ടിരിക്കുക. ഇങ്ങനത്തെ ഇത്ര പരാമർശം കൊണ്ട് അതേ ഉപകരിക്കുള്ളൂ. എൻ്റെ ഒരു ഫ്രണ്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം കൂടെ സംസാരിച്ചപ്പോൾ എന്താണ് അവളുടെ എൻ്റെ അടുത്ത് പറയാണ്, 1.5 കൊല്ലം കൊണ്ടാണ് ഡെലിവറിയുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറിയെന്നുള്ള. അങ്ങനത്തെ ഒരുപാട് പേരുണ്ട്, ഒത്തിരി പേരുണ്ട്. ഇപ്പം നമുക്ക് അതുപോലെ വേറൊരു സംഭവം പറയാനുള്ളത്, ഈ സിസേറിയൻ ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവരോട് പറയുമോ വേദനയൊന്നും ഇല്ലായിരുന്നല്ലോ, സുഖമല്ലേ? അയ്യോ, എന്ത് സുഖം. ഞാൻ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് അറിഞ്ഞത് വെച്ചിട്ട് നോർമൽ ഡെലിവറിനെക്കാട്ടിലും പാടാണ് ഈ സിസേറിയൻ ചെയ്തവർക്ക്. ആ സമയത്ത് ഒരു പക്ഷെ മരപ്പിച്ച് സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. എന്നാലും ഇത് കഴിഞ്ഞിട്ടൊന്ന് ശ്വാസം നേരെ വിടാൻ പറ്റൂല. ഓരോരുത്തർ പറയുന്ന കേൾക്കണം. അതായത് ഒന്ന് ചിരിക്കാൻ പോലും പറ്റില്ല, ഈ സ്റ്റിച്ചിന്റെ പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ ഭയങ്കര പെയിൻ ആയിരിക്കുമല്ലോ. ആദ്യത്തെ ഈ സിസേറിയൻ കഴിഞ്ഞിട്ട് ആദ്യത്തെ നടത്തം ഒക്കെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം 2 കൈയിലും ഓരോരുത്തർ പിടിച്ചിട്ട്, അതുപോലെ ഒന്ന് കിടക്കണമെങ്കിലൊക്കെ കോരിയെടുത്ത് ഇപ്പുറത്തേക്ക്, അങ്ങനെയൊക്കെയാണ്. അത് എക്സ്പീരിയൻസ് ഇപ്പോൾ വീഡിയോ കാണുന്ന എക്സ്പീരിയൻസ് ചെയ്തവർക്ക് അറിയാമല്ലോ. അപ്പോൾ ഒന്ന് ചുമയ്ക്കാൻ പോലും അതിന് പോലും പറ്റില്ല, ഈ സ്റ്റിച്ചിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട്. അപ്പം നോർമൽ ഡെലിവറി എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ടൈമിൽ നമ്മൾ ആ വേദന അനുഭവിച്ചു കഴിഞ്ഞു. പക്ഷെ ഇത് അതുപോലും ഇല്ല. എന്നിട്ട് അവരുടെ അടുത്ത് പോയിട്ട് പറയും, ഓ വേദന ഒന്നും ഇല്ലായിരുന്നല്ലോ, ഓപ്പറേഷൻ അല്ലേ, സുഖമല്ലേ എന്ന്. ഓരോ അവസ്ഥ. അപ്പോൾ ഓക്കെ, എന്തായാലും അഖിൽമാരാർ ആ പരാമർശത്തോട് ഞങ്ങൾ എന്തായിട്ടും ഞങ്ങളുടെ വിയോജിപ്പ് അറിയിക്കുകയാണ്. എന്തായിട്ടും അത് മോശമായിപ്പോയി അതങ്ങനെ പറഞ്ഞത്. അപ്പം ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം.